ഗോതമ്പ് പൊടി കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹൽവയുടെ റെസിപ്പിയാണിത്. ഒന്ന് കണ്ടു നോക്കൂ. വായിലിട്ടാൽ അലിഞ്ഞു ചേരുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഹൽവ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതുണ്ടാക്കാൻ അധിക സമയമൊന്നും വേണ്ട, ഒരു 15 മിനിറ്റ് സമയം മാത്രം മതി. ഹൽവയുടെ പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യം ഒരു ട്രേ നല്ലപോലെ നെയ്യൊക്കെ തടവി ഗ്രീസ് ചെയ്ത് റെഡിയാക്കി വെക്കുക. അതിനുശേഷം നമുക്ക് പാൻ അടുപ്പിൽ വയ്ക്കാം. ഈ പാനിലേക്ക് ഞാനൊരു 1/2 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് ഒന്ന് ഉരുകി വരട്ടെ. നെയ്യ് ഉരുകി തുടങ്ങുമ്പോൾ അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്ന അതേ ആട്ട തന്നെയാണ്. ഇത് ഈ നെയ്യിലിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഗോതമ്പ് പൊടി ഈ നെയ്യിൽ കിടന്ന് അതിൻ്റെ ആ പച്ച സ്വാദൊക്കെ ഒന്ന് മാറി വരണം. ഒരു 5-6 മിനിറ്റ് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. തീ വളരെ കുറച്ച് വേണം വെക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടി കരിഞ്ഞു പോവും, നമ്മുടെ ഹൽവയുടെ ടേസ്റ്റൊക്കെ പോവും. ആദ്യം ഈ ഗോതമ്പ് പൊടി മുഴുവൻ ഈ നെയ്യിൽ അബ്സോർബായി നല്ല കട്ടിയായിട്ട് വരും. അതിനുശേഷം വീണ്ടും ഇത് ഉരുകി കുറച്ചുകൂടി ലൂസായി വരും. ആ ഒരു പാകം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇനി ഇതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം, മറ്റേ അടുപ്പിൽ അല്പം പഞ്ചസാര ഉരുകാൻ വയ്ക്കുക എന്നുള്ളതാണ്. അത് ചെയ്യുമ്പോൾ ഇത് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. രണ്ടും കൂടി ഒരുമിച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. തീ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാൻ മറ്റേ അടുപ്പിൽ ഒരു പാനിൽ 1.25 കപ്പ് പഞ്ചസാര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഈ പഞ്ചസാരയുടെ മീതെ കാണുന്ന തരി ഞാനൊരല്പം പഞ്ചസാര ഒരു 3 ഏലക്ക കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുത്തതാണ്. ഇടികല്ലിലിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി തീ കത്തിച്ചിട്ടുണ്ട്. ഈ പഞ്ചസാര ഒന്ന് ഉരുകി വരട്ടെ. പഞ്ചസാര കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാനില്ല. നമ്മുടെ ഗോതമ്പ് പൊടി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ദാ ഡ്രൈ ആയിരുന്ന ആ മിക്സ്ചർ വീണ്ടും ലൂസായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 7-8 മിനിറ്റ് സമയമായിട്ടുണ്ട്. പഞ്ചസാരയും തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പഞ്ചസാരയുടെ പാകം നല്ലപോലെ ഉരുകിയാൽ മതി. ഒരു നൂൽ പാവൊന്നും ആവണ്ട. ഇതുപോലെ നല്ല പോലെ തിളച്ച് വരണം. നല്ല വലിയ ബബിൾസൊക്കെ ആവും. അപ്പോൾ വെള്ളം ഒന്ന് കൊഴുത്ത് വരും. ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഇത് മറ്റേ അടുപ്പിലേക്ക് മാറ്റാം. പഞ്ചസാരയുടെ സിറപ്പ് നമുക്ക് ഇതേ ചൂടിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്താൽ ഉടനെ തന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഗോതമ്പ് പൊടിയും ഈ പഞ്ചസാരയിൽ കിടന്ന് നല്ലപോലെ മിക്സായി വരണം. പെട്ടെന്ന് തന്നെ ആവും. ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ പഞ്ചസാരയും ഗോതമ്പ് പൊടിയും നെയ്യും എല്ലാം കൂടി വരണ്ട് വരും. കണ്ടോ, പെട്ടെന്ന് തന്നെ അബ്സോർബായി കിട്ടുന്നുണ്ട്. നല്ല ഡ്രൈ ആയി വരുന്നുണ്ട്. ഇപ്പോൾ നല്ല പോലെ തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് എടുക്കാം. ഇതിങ്ങനെ തന്നെ വേണമെങ്കിലും ഉപയോഗിക്കാം. അല്പം നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഞാനിപ്പോൾ നട്ട്സൊന്നും ചേർത്തിട്ടില്ല. ഈ ഒരു പാകമാകുമ്പോൾ തീ ഓഫ് ചെയ്ത് നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളല്ലേ? ഇത് ആർക്കും ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്കും അറിയിക്കണം. ഇത് നമുക്ക് ഗ്രീസ് ചെയ്ത ട്രേയിലേക്ക് മാറ്റിയ ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ലെവൽ ചെയ്യുന്ന സ്പൂണോ അല്ലെങ്കിൽ തടിത്തവിയോ ഏതാണെങ്കിലും അതിലല്പം നെയ്യ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ലെവൽ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഒരു 10-15 മിനിറ്റ് ഫാനിൻ്റെ അടിയിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഒന്ന് ഡ്രൈ ആയി കിട്ടും. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. വളരെ സോഫ്റ്റായിട്ടുള്ള ഹൽവയാണ്. എല്ലാവർക്കും കഴിക്കാം. കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാം ഇഷ്ടപ്പെടും. ഇപ്പോൾ മുഴുവൻ ചൂടാറിയിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്യുകയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കഴിക്കാനും വളരെ സുഖമാണ്. കുട്ടികൾക്കും പ്രായമായവർക്കുമൊക്കെ ഈസി ആയിട്ട് തന്നെ കഴിക്കാം. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല സ്വീറ്റ് ഗോതമ്പ് ഹൽവയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് ആസ്വദിച്ച് കഴിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.